ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സാർ, ഏതായാലും നമുക്ക് ആദ്യം മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് പോകാം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് ഇന്നിപ്പോൾ ആദ്യ മിനിറ്റിൽ കാണാൻ സാധിക്കുന്നത്. 25,000 എന്നുള്ള ഒരു ലെവൽ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ എസ്പെഷ്യലി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സെൻസെക്സും ഫ്ലാറ്റാണ്. ഇന്നത്തെ സെക്ടറുകളുടെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മെറ്റൽ ഇൻഡെക്സിലാണ് 1.5% കൂടുതലുള്ള ഒരു ഔട്ട് പെർഫോമൻസ് തുടക്കം തന്നെ കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഫാർമയും ഇന്നിപ്പോൾ 1% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുകയാണ്. ഹാൻഡ് ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ടെക് ഓഹരികളിൽ വലിയ കുതിപ്പാണ് കാണാൻ സാധിച്ചത്. അത് ഐ ടി ഇൻഡെക്സിലേക്കും അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗാസ സമാധാനത്തിലേക്ക് എന്ന സൂചന നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അമേരിക്ക നിർദ്ദേശിച്ച ഗാസ സമാധാന കരാറിൻ്റെ ഫസ്റ്റ് ഫേസിൽ ഇസ്രയേലും ഹമാസും ഒപ്പുവെച്ചതായിട്ടാണ് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ഒരു പോസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റ്സ് വന്നതിന് ശേഷം ക്രൂഡിൻ്റെ ഒക്കെ കേസിൽ ഒരു ഡിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡും ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണുള്ളത്? ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ Q2 ഏർണിങ്സ് അല്ലെ, സെക്കൻഡ് ക്വാർട്ടർ ഏർണിങ്സ് ഇന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ് എന്നുള്ള ഇന്ന് ബിഗ് ബോയ്, അതായത് നമ്മുടെ TCS റിസൾട്ട് കൊണ്ടുവരുന്നു. അത് മാത്രമല്ല ടാറ്റ എലക്സി വരുന്നു. അതായത് സെക്കൻഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലെ ക്വാർട്ടർലി റിസൾട്ട്സ് ആണ് ഈ വരുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ TCSും ടാറ്റ എലക്സിയും ഉണ്ട്. അത് വരുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ടാറ്റ ട്രസ്റ്റിലെയും ടാറ്റ സൺസിലെയും പ്രോബ്ലം. അത് നിലനിൽക്കുന്ന സമയത്താണ് ടാറ്റയുടെ 2 ഇമ്പോർട്ടൻറ്റ് കമ്പനികളുടെ റിസൾട്ട് വരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ രത്തൻ ടാറ്റ, നമ്മുടെ ബഹുമാന്യനായ രത്തൻ ടാറ്റ മരിച്ചിട്ട് 1 കൊല്ലം തികയാണ്. അതായത് October 9, 2024 അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞത്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത TCSലും ടാറ്റ എലക്സിയിലും ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്ക് ഉറ്റുനോക്കേണ്ടതെന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ US മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു US മാർക്കറ്റിൽ. നമ്മൾ അത് ബേസിക്കലി നാസ്ഡാക്ക്, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്, നാസ്ഡാക്ക് ക്രോസസ് 23,000 ഫോർ ദ ഫസ്റ്റ് ടൈം. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് നാസ്ഡാക്ക് നിൽക്കണു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉള്ള സ്റ്റോക്സ് കണ്ടിന്യൂസ് ടു സ്കെയിൽ ന്യൂ ഹൈ. അതായത് AI ട്രേഡ് മറ്റേ എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചാണ് കയറുന്നത്. അതായത് ടാരിഫ് പ്രശ്നമല്ല, അല്ലെങ്കിൽ US എന്താ പറയുക ഷട്ട് ഡൗൺ പ്രശ്നമല്ല, ഇതൊക്കെ മാറ്റിവെച്ച് ടെക് ഡ്രിവൺ റാലി ആയിട്ട് ഏതാണ്ട് നാസ്ഡാക്ക് പോകുന്നു എന്നുള്ളതാണ് ജാസ്മിൻ പറഞ്ഞത്. വളരെ ശരി. അതായത് ഇന്നലെ എൻവിഡിയ എനിക്ക് തോന്നുന്നു ഒരു 2.2% അപ്പായിരുന്നു. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു സ്റ്റേക്ക് ബൈ, XAIയിൽ ഒരു സ്റ്റേക്ക് ബൈയുടെ കാര്യം. അത് മാത്രമല്ല അവരുടെ മാനേജ്മെൻറ്റ് അവരുടെ ഏർണിങ്സിനെ കുറിച്ചുള്ളൊരു പോസിറ്റിവിറ്റി കമൻട്രി ഒക്കെ ആയിരിക്കണം ഈ എൻവിഡിയെ ഡ്രൈവ് ചെയ്യണമെന്നുള്ള. അത് മാത്രമല്ല ഡെൽ ഏതാണ്ട് നമ്മൾ നോക്കുമ്പോൾ 9% അപ്പായിരുന്നു എന്നുള്ള ഡെൽ. പിന്നെ AMD 11% അപ്പ്. അതായത് എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയുണ്ടല്ലോ, ഈ ആഴ്ച ആ ഓപ്പൺ AI ആയിട്ട് ആ ഡീല് പറഞ്ഞതിന് ശേഷം 45% റിട്ടേൺ തന്നു എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ 45% ഒരു വീക്ക് തരികയാണെങ്കിൽ ഉടൻ തന്നെ സെബി ഇടപെട്ടിട്ട് ASM GSM എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഡൗ ജോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്യുവർലി ഫ്ലാറ്റ് 0% ആയിരുന്നു, ഒരു ഫ്ലാറ്റ് ആയിരുന്നു ഡൗ ജോൺസ് എന്നുള്ളത്. നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ +1.12%. അവിടെയാണ് നമ്മൾ പറഞ്ഞത് 23,000 ക്രോസ് ചെയ്തു ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ള. S&P 500 നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി അപ്പ്, അതായത് 0.58% അപ്പായിരുന്നു. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 0.27% അപ്പായിരുന്നു. അറൗണ്ട് 98.85 ആയി ഡോളർ ഇൻഡെക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മച്ച് ഓഫ് നോയ്സസ് ഇല്ല. അതായത് ഹാൻഡ് ഓവർ ഒക്കെ വളരെ കൂൾ ആൻഡ് കാം എന്നാണ്. ഇപ്പോൾ ട്രഷറി നോക്കുകയാണെങ്കിൽ US 10-year ബോണ്ട് ഈൽഡ് ഫ്ലാറ്റാണ്, അതായത് 4.1%. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഷട്ട് ഡൗൺ കാരണം അവിടെ ഒരു ഡേറ്റ ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ക്രൂഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ഡേറ്റ എന്താണെന്നൊന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ബോണ്ട് വർക്കേഴ്സ്, നമ്മൾ ഈ ട്രഷറി ബോണ്ട് അല്ലെങ്കിൽ ട്രഷറി ബോണ്ട് ഈൽഡ് നമ്മൾ പറയുന്നത്, അവിടെ കുറേ ബോണ്ടിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടല്ലോ, ദേ ആർ ഓൾ ട്രേഡിങ് ഇൻ ദ ഡാർക്ക്. അതായത് എന്താണ് ഡേറ്റ എന്നറിയാതെ എന്ത് ചെയ്യണം എന്നറിയാത്തതുകൊണ്ടായിരിക്കാം ഈ ട്രഷറി ഈൽഡ് ഫ്ലാറ്റ് ആയിട്ട് പോകണേ എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ രാത്രി, അതായത് US ടൈമിൽ FOMC ലാസ്റ്റ് FOMC മീറ്റിംഗിന്റെ മിനിറ്റ്സ് വരും എന്ന് പറഞ്ഞിരുന്നു. ആ മിനിറ്റ്സ് പുറത്ത് വന്നിരിക്കുന്നു. അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്പീനിയൻ ഷാർപ്ലി ഡിവൈഡഡ് ആയിട്ട് പല കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്ത് നിന്ന് ഒരു ഇൻഡിക്കേഷൻ, അതായത് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എൻഡ് ഓഫ് 2020
2025 ആകുമ്പോഴത്തേക്കും 2 റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റീസ് എക്സ്പ്ലിസിറ്റ് അല്ല എങ്കിലും തൊട്ടും തൊടാതെയും പറഞ്ഞു വെക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല എന്നുള്ള. ബട്ട് അതിൻ്റെ കൂടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ദർ ഈസ് എൻ അപ്സൈഡ് റിസ്ക് ടു ഇൻഫ്ലേഷൻ എന്നും കൂടി അതിനകത്ത് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ ഒരു സ്പീച്ചുണ്ട്. ബട്ട് അതിൽ എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് നമുക്ക് ഇന്നും അറിയില്ല. കാര്യം വെച്ചാൽ എവറിത്തിങ് ഈസ് ഇൻ ദ ഡാർക്ക് ബിക്കോസ് ഓഫ് ദ US ഷട്ട് ഡൗൺ. ഒരു ഡേറ്റ ഇല്ലാതെ എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഇനി ഒക്ടോബറിൽ എങ്ങാണ്ടാണ് ഇനി അടുത്ത ഫെഡ് മീറ്റിംഗ് എന്നുള്ളത്. ആ ഫെഡ് മീറ്റിങ്ങിന് കട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളതിന് ഡേറ്റ എവിടുന്ന് കിട്ടും എന്നുള്ളതാണ് മാർക്കറ്റ് കംപ്ലീറ്റ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഓയിൽ പ്രൈസസ് ഈ പറഞ്ഞ പോലെ സോഫ്റ്റൻഡ് ആണ്. അതായത് ഏതാണ്ട് ബ്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ USD $66 പെർ ബാരലിൻ്റെ താഴെയാണ്. ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ഒരു റീസൺ തന്നെയാണ്. അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നു, അതായത് ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് പീസ് പ്ലാൻ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഗാസ വന്നിരിക്കുന്നു. അതായത് ഹോസ്റ്റേജസിനെ എല്ലാവരെയും റിലീസ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ ഇസ്രായേൽ അവരുടെ ട്രൂപ്സിനെ ഗാസയിൽ നിന്ന് പിൻവലിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. ആൻഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു, ദിസ് ഇസ് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ ദ അറബ് വേൾഡ് ആൻഡ് ഐ ഹിയർ ബൈ താങ്ക് ഖത്തർ, Egypt and Turkey for their valuable cooperation with us for ending this അല്ലെങ്കിൽ to make this historic deal a success എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇത് നടക്കേണ്ട ഒരു ആവശ്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എത്ര പേരുടെ ജീവനാണ് അങ്ങോട്ട്, എത്ര കൊല്ലമായി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൽ ഒരു രീതിയിലും അവസാനിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ ഒരു കാര്യവും അവസാനിക്കുന്നില്ല, കുറേ ഈഗോ അവസാനിച്ചു എന്ന് പറയില്ലാതെ വേറെ ഒന്നുമില്ല. എത്രയോ കുട്ടികളും എത്രയോ മരണങ്ങളും സംഭവിച്ചതാണ് രണ്ട് സൈഡിലും കേട്ടോ. അപ്പോൾ ഏതൊരു ജീവൻ പോകുമ്പോഴും നമുക്കൊരു സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വന്നതിന് വളരെ നന്ദി. ഇക്കാര്യത്തിലെങ്കിലും നമുക്ക് ട്രംപിൻ്റെ കൂടെ നിൽക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ട്രംപിൻ്റെ ഈ വർത്തമാനങ്ങളുടെ ഇടയിൽ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ്. അതായത് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ നോബൽ പ്രൈസിലേക്കുള്ള യാത്രയിലേക്ക് സ്ക്രിപ്റ്റിൽ ഒരു ലൈനും കൂടെ എഴുതി കൂട്ടി. അല്ലെങ്കിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ 7 യുദ്ധങ്ങളാണ് നിർത്തിച്ചതെന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ ഞാൻ ഇതൊക്കെ ചെയ്താൽ പോലും എൻ്റെ പേര് നോബൽ പീസ് പ്രൈസിന്റെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഇല്ല, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അവർ മാറ്റിവെക്കും എന്നൊക്കെയാണ് ട്രംപിന്റെ സങ്കടം എന്നുള്ളത്. അപ്പോൾ ഏതായാലും അതെന്തോ ആയിക്കോട്ടെ, ആ ഒരു ഡ്രാമയൊക്കെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ആ യുദ്ധം അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിന് ഒരു അവസാനം കാണുന്നു എന്ന് പറയുന്നത്, അതായത് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നു, ട്രൂപ്സിനെ തിരിച്ചു വിളിക്കുന്നു, ഇതെല്ലാം നല്ല കാര്യം. ഒരു ജീവനെങ്കിലും നമുക്കതിൽ രക്ഷിക്കാൻ പറ്റിയാൽ അതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു വയ്ക്കണമെന്നല്ലോ. ചൈനീസ് മാർക്കറ്റ് തിരിച്ച്, അതായത് ചൈനീസ് മാർക്കറ്റിൻ്റെ ഓൺഷോർ ഈസ് ബാക്ക് ആഫ്റ്റർ എ ലോങ് ഹോളിഡേ. നമ്മൾ ഗോൾഡൻ വീക്കെൻഡ് ഒരു ഹോളിഡേ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇതാ ഓൺഷോർ വന്നിരിക്കുന്നു, അതായത് ഓൺഷോർ മാർക്കറ്റ് വന്നിരിക്കുന്നു എന്നുള്ള. ഞാൻ ഇതിനകത്ത് ആക്ച്വലി ചെറിയൊരു കാര്യം പ്രേക്ഷകരുടെ അറിവിലേക്ക് വരണം. അതായത് ചൈനയുടെ 2 ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്. അതായത് ഓൺഷോർ മാർക്കറ്റ് ഉണ്ട്, ഓഫ് ഷോർ മാർക്കറ്റ് ഉണ്ട്. ഈ ഓൺഷോർ ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അതായത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നമ്മൾ അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണ് ഇന്ത്യയിലിരുന്ന് വെക്കുക. അത് നമ്മൾ അവിടെ പോയി ആ കമ്പനിയുടെ സൈറ്റിൽ പോയി നമ്മൾ വർക്ക് ചെയ്യുന്നതിന് ഓൺഷോർ എന്നും നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്യുന്നതിന് ഓഫ് ഷോർ എന്ന് പറയും. ഇതാണ് നമ്മൾ ഓൺഷോർ ഓഫ് ഷോർ എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം. ഇനി ചൈനീസ് മാർക്കറ്റിൻ്റെ കണ്ടെക്സ്റ്റിൽ ഓൺഷോറും ഓഫ് ഷോറും എന്താണെന്ന് വെച്ചാൽ, ഈ ഓൺഷോർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്റ്റോക്സ്, ബോൺസ്, കറൻസീസ് ട്രേഡഡ് ഇൻസൈഡ് മെയിൻലാൻഡ് ചൈന. ഓൺഷോർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചൈനയിൽ തന്നെ ട്രേഡ് ചെയ്യുന്ന ബോൺസും കറൻസീസും സ്റ്റോക്സിനെയാണ് നമ്മൾ ഓൺ ഷോർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ചൈനീസ് അതോറിറ്റീസ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. സാധാരണ ഈ സ്റ്റോക്കുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് ഷാങ്കായ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഷെൻസൻ എക്സ്ചേഞ്ചിലുമാണ് ഇത് ലിസ്റ്റ് ചെയ്യണമെന്നുള്ള വളരെ ടൈറ്റർ റെഗുലേഷനാണ് ഈ ഓൺഷോർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ലിമിറ്റഡ് ആക്സസ് മാത്രമാണ് ഈ ചൈനീസ് ഓൺഷോർ അല്ലെങ്കിൽ മെയിൻ ലൈനിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അവിടെ ട്രേഡ് ചെയ്യുന്ന യുവാൻ നമ്മൾ വിളിക്കുന്ന CNY എന്നാണ്. ആ CNY യുവാനിലാണ് അവിടെ ട്രേഡ് ചെയ്യണമെന്നുള്ള. അപ്പം ചൈന മെയിൻലാൻഡിലുള്ളതിനെ നമ്മൾ ഓൺഷോർ എന്ന് വിളിക്കുന്നു. അവിടെ കുറച്ചുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റേബിൾ സെക്ടേഴ്സാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽസ്, യൂട്ടിലിറ്റീസ്, കൺസ്യൂമർ സ്റ്റേപ്പിൾസ്, അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വരുന്നതൊക്കെ സ്റ്റോക്കുകൾ മിക്കവാറും ഇവിടെ ആയിരിക്കും ഓൺഷോർ, അതായത് ചൈനീസ് മെയിൻലാൻഡ് എക്സ്ചേഞ്ചിലായിരിക്കും ലിസ്റ്റ് ചെയ്യണേ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ഇനി അതിന് വേറൊരു വശമുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓൺഷോർ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ആഫ്റ്റർ ഗോൾഡൻ വീക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു ഓഫ് ഷോർ മാർക്കറ്റ് ഉണ്ട്. ഓഫ് ഷോർ മാർക്കറ്റ് എന്ന് വെച്ചാൽ stocks, currencies or bonds
ട്രേഡഡ് ഔട്ട്സൈഡ് ചൈന. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോങ്കോങ് ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ADRs അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ട്രേഡ് ഇൻ US എക്സ്ചേഞ്ച്. ഇതൊക്കെ ചൈനയ്ക്ക് പുറത്തുള്ളതാണ്. ഇതിനെ നമ്മൾ ഓഫ് ഷോർ എന്ന് പറയുന്നത്. അതിൽ മെയിൻലി നമ്മൾ നോക്കുന്നത് ഹോങ്കോങ് ആണ് നമ്മൾ ഈ പറയുന്നതെന്നുള്ള. അപ്പോൾ അതിനകത്ത് അവിടെ ട്രേഡ് ചെയ്യുന്ന യുവാൻ ഏതാണെന്നറിയോ? യുവാൻ CHN. മറ്റെവിടെ ട്രേഡ് ചെയ്യണതോ ഓൺ സൈഡിൽ ട്രേഡ് ചെയ്യുന്നത് CNY ആണെങ്കിൽ ഇവിടെ യുവാൻ CHN ട്രേഡ് ചെയ്യണമെന്നുള്ള. ഇത് കൂടുതലും ഈ ഓഫ് ഷോർ മാർക്കറ്റ് കൂടുതലും ഇന്റർനാഷണൽ പാർട്ടിസിപ്പൻസിന് കുറച്ച് ബ്രോഡ് അക്സസ് കൊടുക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ സെക്ടേഴ്സാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക് ജയൻസ്, അതായത് ആലിബാബ, ടെൻസെന്റ് പോലത്തെ കമ്പനികൾ, പിന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് തീംസ്, ഇതെല്ലാമാണ് മെയിൻലൈൻ ചൈനയ്ക്ക് വെളിയിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളതിന് ഹോങ്കോങ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചാനലോ മീഡിയോ കാണാം. അതിപ്പോൾ ഫോക്സ് ബിസിനസ് ആയിക്കോട്ടെ, റോയിറ്റേഴ്സ് ആയിക്കോട്ടെ, ബ്ലൂംബർഗ് ആയിക്കോട്ടെ, വാൾ സ്ട്രീറ്റ് ജേർണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ CNBC TV, NDTV, പ്രോഫിറ്റോ, ET നവോ, എക്കണോമിക് ടൈംസോ, ബിസിനസ് സ്റ്റാൻഡേർഡോ, ബിസിനസ് ലൈനോ, ഫിനാൻഷ്യൽ എക്സ്പ്രസോ, മിൻ്റൊക്കെ ആണെങ്കിൽ നമ്മളൊരു ചൈനീസ് മാർക്കറ്റിൻ്റെ ഐഡിയ ടോട്ടലായിട്ട് കിട്ടണമെങ്കിൽ രണ്ട് രീതിയിൽ ചൈനീസ് മാർക്കറ്റിനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇൻഡെക്സ്. ഷാങ്ഹായ് കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണ് നമ്മൾ ഈ പറയുന്ന പോലെ ഓൺ സൈറ്റ് മാർക്കറ്റ്. പിന്നെ നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് അവർ പറയും ഹോങ്കോങ് ഹാങ്സെങ് ഇൻഡെക്സ്, അത് ഓഫ് ഷോർ മാർക്കറ്റ്. അപ്പൊ രണ്ടും കൂടെ ചേർത്തു. ഇതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺ സൈറ്റും ഓഫ് ഷോറും എന്താണെന്ന് പറഞ്ഞ കാര്യം. ഇപ്പൊ ചൈനീസ് സ്റ്റോക്സ് പെർഫോം ചെയ്തു അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഹാങ്സെങ് ചേർത്തായിരിക്കും പറയുന്നത്, ചില സമയത്ത് ഷാങ്ഹായ് ചേർത്തായിട്ടാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ചൈനീസ് സ്റ്റോക്കുകളുടെ ആകെ മൊത്തം ടോട്ടലായിട്ട് നിങ്ങൾക്കൊരു അറിവ് കിട്ടണമെങ്കിൽ ഈ രണ്ട് എക്സ്ചേഞ്ചും അറിയിരിക്കണം. ഒന്നെന്ന് പറയുന്നത് ഓൺ സൈറ്റ് ആയിട്ടുള്ള ഈ ഷാങ്ഹായ് എക്സ്ചേഞ്ച്, പിന്നെ നമ്മുടെ ഓഫ് ഷോർ ആയിട്ടുള്ള ഈ ഹോങ്കോങ് ഹാങ്സെങ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ രണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഈ ഓൺ സൈറ്റ് എക്സ്ചേഞ്ച് ഷാങ്ഹായ് എക്സ്ചേഞ്ച് നോക്കുമ്പോൾ അവിടുത്തെ ചൈനീസ് പോപ്പുലേഷൻ ലോക്കൽസ് എങ്ങനെയാണ് മാർക്കറ്റിനെയും എക്കണോമിയെയും ട്രീറ്റ് ചെയ്യണമെന്നാണ് അവിടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റഡി. എന്നാൽ നമ്മൾ ഷാങ്ഹായ് ഹാങ്സെങ് ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഫോറിനേഴ്സ് പെർസെപ്ഷൻ ഓൺ ചൈനീസ് എക്കണോമി ആൻഡ് സ്റ്റോക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കിട്ടുമ്പോഴാണ് നമുക്കൊരു ഡൊമസ്റ്റിക് വ്യൂവും ഇന്റർനാഷണൽ വ്യൂവും കിട്ടുന്നത്. അതാണ് ഓൺ സൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ ഓഫ് ഷോർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു റിപ്പോർട്ട് കാണുന്നത് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് US കോൺഗ്രസ്മെൻ wrote to US President Trump urging him to make immediate steps to reset and repair the country's partnership with India. അതായത് നമ്മളിപ്പോൾ നോക്കാൻ നേരത്തെ ആ ലെറ്റർ പറയുന്നത് എന്തറിയോ? Recent actions by your administrations have strained relationships with the world's largest democracy, creating negative consequences for both the countries എന്നുള്ള രീതിയിലേക്ക് ഒരു ലെറ്റർ ഷൂട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവർ they continue to say trading partnership supports hundreds of thousands of jobs in both the countries എന്നുള്ള ലെറ്ററിനകത്ത് ഒരു വാർണിംഗ് കൂടെ ഉണ്ട്. നിങ്ങൾ ഈ ടാരിഫ് എക്സ്കലേഷൻ വരികയാണെങ്കിൽ ഇന്ത്യയെ പുഷ് ചെയ്ത് നമ്മുടെ ഹോസ്റ്റൈൽ രാജ്യങ്ങളായ ചൈനയോടും റഷ്യയോടും ഇന്ത്യനെ അടുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡോ പസഫിക്കിലെ ഒരു സ്റ്റെബിലൈസിങ് ഫോഴ്സാണ്. അങ്ങനെയുള്ള ഒരു നല്ല ഒരു അലൈ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നമ്മുടെ എനിമി കൺട്രീസിൻ്റെ കൂടെ ചേരും. അതിന് കൂട്ട് നിൽക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ ഡിഫൻസിൻ്റെയൊക്കെ പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഈ കോൺഗ്രസ്മെൻ അവരെ ലെറ്ററിൽ മെൻഷൻ ചെയ്യണമെന്നുള്ള കാര്യം. വെച്ചാൽ നമ്മൾ ക്വാഡിൻ്റെ മെമ്പറാണല്ലോ. ക്വാഡ് എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ്റെ മെമ്പറാണ്. കാര്യം ക്വാഡിൽ ഇന്ത്യ ഉണ്ട്, US ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. അപ്പോൾ ആ ഇൻഡോ പസഫിക് ഏരിയയിൽ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് അലൈയാണ്. കാര്യം ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ. അപ്പോൾ US-ന് ഈ പസഫിക് ഏരിയയിൽ ഒരു നല്ലൊരു അലയെ ലൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആ ലെറ്റർ കണ്ടിന്യൂസ് ടു സേ കോഓപ്പറേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ് ഡെമോൺസ്ട്രേറ്റ് ഹൗ ഫ്രീ ആൻഡ് ഓപ്പൺ സൊസൈറ്റീസ് ക്യാൻ പ്രോസ്പർ ത്രൂ മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ള പറയുന്നത്. അപ്പോൾ ലെറ്റർ സൈൻ ചെയ്തിരിക്കുന്നത് ഡെബോറ റോസ്, ആറോ ഖന്ന, ബ്രാഡ് ഷെർമൻ, രാജ കൃഷ്ണമൂർത്തി, പ്രമീള ജയപാൽ, ഫ്രാങ്ക് പലോൺ ജൂനിയർ. അപ്പോൾ ഇത്രയും പേര് സൈൻ ചെയ്തിരിക്കുന്നു. അതിൽ നമ്മൾ മനസ്സിലാവുന്നത് ഇന്ത്യൻ ഡയസ്പോറ ആൻഡ് ഓൾ അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ആക്ടിങ് ആൻഡ് പുട്ടിംഗ് പ്രഷർ ഓൺ US കോൺഗ്രസ്മെൻ ടു റൈറ്റ് എ ലെറ്റർ ടു ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, സ്പീക്കിംഗ് അറ്റ് ദ സൈഡ് ലൈൻസ് ഓഫ് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് 2025 നടക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ ലൈൻസിൽ അതിൻ്റെ
പാർലമെൻറ്റ് അവിടെ ശരിക്കും പറഞ്ഞ ഒരു സ്പീച്ചിൽ നമ്മുടെ ടെലികോം മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഒരു സ്പീച്ച് ഞാൻ ഇന്നലെ കേൾക്കാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇന്ത്യ സംബന്ധിച്ച് വളരെ നല്ല സ്പീച്ചാണ്, പറ്റുമെങ്കിൽ നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണും. ഞാൻ ഈ പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതിനെന്താ റെലവൻസ്, ഇതൊരു ബിസിനസ് കാര്യമല്ലേ പറയണേ, അല്ലെ എക്കണോമിക് കാര്യങ്ങൾ. നമ്മൾ ഇന്ത്യയുടെ ട്രെൻഡ് എങ്ങനെ ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളൊരു ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ ആ ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊക്കെ സെക്ടർ ഏതൊക്കെ സ്റ്റോക്സ് ആയിരിക്കും ഇനി അങ്ങോട്ട് GDP-യിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നില്ലായിരിക്കാം, ബട്ട് എനിക്കത് റെലവൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ ഞാനൊന്ന് മെൻഷൻ ചെയ്യണം. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്ന കാര്യം അറിയോ, ഇന്ത്യാസ് അംബിഷൻസ് ഗോസ് വെൽ ബിയോണ്ട് 5G. ഇപ്പോൾ 5G ആണല്ലോ നമ്മുടെയൊക്കെ മൊബൈൽ. ആ 5Gക്ക് അപ്പുറമായിട്ട് നമ്മുടെ അംബിഷൻസ് പോകുന്നു. അതായത് 6G-നെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ 6G-യുടെ അതായത് അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്തറിയോ, 6G വരുമ്പോഴത്തേക്കും അതിൻ്റെ 10% പേറ്റൻ്റ് ആണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. 10% പേറ്റൻറ്റ്, അതായത് പേറ്റൻറ്റും കോപ്പിറൈറ്റും ഒരു എന്താ പറയുക ഒരു സ്പെക്ട്രം ആ ഒരു അലൊക്കേഷനിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്കുള്ള ചുവടുവെപ്പാണ് ഇന്ത്യയുടെ ഒരു എയിം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ആൻഡ് ഹീ സേസ് 6G ടെക്നോളജി കുഡ് ആഡ് $1.2 trillion to Indian GDP by 2035. അതായത് 6G വരുമ്പോൾ 2035 കൂടി എത്രത്തോളം അഡീഷണൽ വാല്യൂ ആണ് GDP-യിലേക്ക് വരുന്നത് നോക്കൂ. അപ്പോൾ ആ 6G വരുന്നതിൻ്റെ ആ ഒരു വെൽത്ത് ക്രിയേഷൻ എന്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ ഒന്ന് മനസ്സിലാവാമെന്നല്ലോ. അതായത് അത് മാത്രമല്ല, അദ്ദേഹം 6G-യെ കുറിച്ച് പറഞ്ഞത് കൂടാതെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, അതായത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോയിസ്ഡ് ഫോർ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യണത്. അതായത് മാർക്കറ്റ് സെറ്റ് ടു ട്രിപ്പിൾ ബൈ 2033 എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, സെൻട്രൽ ഏതാണ്ട് 900 crores ഓഫ് നാഷണൽ സാറ്റലൈറ്റ് മോണിറ്ററിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടി ഫണ്ടും കൂടെ മാറ്റി വയ്ക്കുന്നു എന്ന് പറയുന്നത്. അതായത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും 6G ടെക്നോളജിയും എങ്ങനെയാണ് GDP-യിലേക്ക് വാല്യൂ അഡീഷൻ കൊണ്ടുവരുന്നതെന്നും അത് കാരണം ഏതൊക്കെ സെക്ടറുകൾ ഏതൊക്കെ സ്റ്റോക്സ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണോ എക്യുപ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് ആണോ അതായത് മൊബൈൽ ഉണ്ടാക്കുന്നവരാണോ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ മുന്നിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഇട്ട് തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ റെയർ എർത്ത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെ ആവശ്യമുള്ളതാണ്. നമ്മൾ കൂടുതലും ഇത് ഇമ്പോർട്ടാണ് ചെയ്യുന്നതെന്നുള്ള, അതായത് നമ്മുടെ ഓൾമോസ്റ്റ് ഓൾ നീഡും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്നാണ് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ള. അതായത് ഗവൺമെൻറ് ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു കൊല്ലം നമുക്ക് 4000 ടണ്ണിൻ്റെ റെയർ എർത്ത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ് നമുക്ക് ആവശ്യം. 4000 ടൺ. ഇത് എനിക്ക് തോന്നുന്നു 2030 ഗവൺമെൻറ് എക്സ്പെക്ടേഷൻ 8000 ടണ്ണായിട്ട് ഉയരും. അതായത് ഡബിൾ ആവുന്നുള്ള. അപ്പോൾ ഡബിൾ ആവണമെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രിയാണ് ഇത് യൂസ് ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഇൻഡസ്ട്രീസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഡബിൾ ആവും. അതായത് ഒന്ന് ആലോചിക്കുക, ഒരു കൊല്ലം 4000 ഇമ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് 8000 ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സൊക്കെ ഡബിൾ ആവണം എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് അല്ലേ. ആ ബിസിനസ്, ആ സെക്ടർ, അതിനകത്തുള്ള സ്റ്റോക്സ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് ഈ പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് NdPr ഓക്സൈഡ്സ് ആണ്. NdPr ഓക്സൈഡ്സ് ആണ് ആവശ്യം എന്നുള്ളത്. പക്ഷേ ഈ NdPr ഓക്സൈഡ്സിൻ്റെ വില ഇന്ത്യയും ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും NdPr ഓക്സൈഡ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ഇല്ല. പക്ഷേ പെർമനൻറ്റ് മാഗ്നറ്റ്സ്, ഈ NdPr ഓക്സൈഡ്സ് ഉപയോഗിച്ച് നമ്മൾ റെയർ എർത്ത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കില്ലേ, ഈ മാഗ്നറ്റ്സ് ഏതാണ്ട് 43 to 45% ഹയർ ആണ് മറ്റുള്ള രാജ്യങ്ങളെക്കാളും. കാര്യം എന്താ, മറ്റുള്ള രാജ്യങ്ങളിൽ ഈ ഓക്സൈഡ്സിൽ നിന്ന് ഈ റെയർ എർത്ത് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ് ഒരുപാട് സബ്സിഡിയും സപ്പോർട്ടും റിഫോംസും പൈസയും കൊടുക്കുന്നുണ്ട്. കാര്യം അതൊരു വളരെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണെന്നാണ് എല്ലാ രാജ്യങ്ങളും വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സഹായം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി ഈ സോഴ്സസ് പറയുന്നത് ഗവൺമെൻറ് ഏതാണ്ട് 7300 കോടി അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ നോക്കാൻ നിർത്തി, ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ ഈ 2025 ഇലക്ട്രിക് വെഹിക്കിൾസ്, ആ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി അവർ ഉപയോഗിച്ചിരുന്നത് 1200 ടണ്ണിൻ്റെയാണ് ഈ റെയർ എർത്ത് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. അവരുടെ ഒരു കൺസംഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 2030 ആകുമ്പോഴത്തേക്കും ഈ 1200 നിന്ന് 3250 ആവും. അതായത് നിയർലി 3 times റിക്വയർമെൻറ്റ് അവിടെ വേണം. അതായത് ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടർ 3 times ഗ്രോ ചെയ്യാൻ പോണു. അപ്പോൾ അതിനകത്തുള്ള ബിസിനസ്സും സ്റ്റോക്സിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നോക്കുമ്പോൾ ഈ ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സ് 325 ടണ്ണാണ് ഇപ്പോൾ, അത് ഏതാണ്ട് 500 ടണ്ണാവും. അത് വലുതാവുമെങ്കിലും അത്രയ്ക്ക് ഗ്രോത്ത് കുറവാണെന്നുള്ള. BLDC ഫാൻ 490 ടണ്ണാണ്, അത് ഏതാണ്ട് 30 ആകുമ്പോഴത്തേക്കും
980 ടൺ ഡബിൾ ആവുന്നു BLDC ഫാൻസ്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ അർബനൈസേഷനിൽ നിന്ന് മാറി റൂറൽ എക്കണോമിയിലേക്ക് ഫാൻസ് സെല്ല് ചെയ്ത് തുടങ്ങും എന്നാണ് അതിൻ്റെ പുറകിലെ കഥ പറയണമെന്നുള്ള. സോളാർ പവേർഡ് പമ്പ്സ് ഇപ്പോൾ യൂസ് ചെയ്യണ 100 ടൺ ആണ്, അത് 170 ടൺ ആവും എന്നുള്ള. പിന്നെ എസ്കലേറ്റർ, എലിവേറ്റർ, അതാണ് രസമുള്ള കാര്യം. അതിൻ്റെ മോട്ടറിനകത്തും ഈ റെയർ എർത്ത് മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം അവർക്ക് ആവശ്യം 30 ടൺ ആണ്, അത് 100 ടണ്ണായി മാറും 5 കൊല്ലത്തിൽ. 5 കൊല്ലത്തിൽ 100 ടണ്ണായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഗ്രോത്ത്. അതായത് എസ്കലേറ്റേഴ്സും എലിവേറ്റേഴ്സും ഇനി അടുത്ത 5 കൊല്ലം എത്ര രീതിയിൽ ഗ്രോ ചെയ്യാൻ പോകുന്നു. ആ ഇൻഡസ്ട്രി, ആ സെക്ടർ, അതിൻ്റെ കമ്പോണൻറ്റ് സപ്ലൈ ചെയ്യുന്നവർ, എലിവേറ്റർ ഉണ്ടാക്കുന്നവർ, ഇതൊക്കെ ഇൻഡയറക്ട്ലി നമുക്ക് ബിസിനസ്സും സ്റ്റോക്ക് ഐഡിയയും തരുന്നു എന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. വിൻഡ് ടർബൈൻ 1050 ടൺ ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് 1800 ടൺ ആവും 30 ആകുമ്പോഴത്തേക്കും. പിന്നെ അതർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് 425 ടണ്ണാണ്, ഏതാണ്ട് 820 ടണ്ണായി മാറും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത്രയും ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന പോലെ റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഫിഗേഴ്സാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസ് ഒക്കെ എന്തോരം ഗ്രോ ചെയ്യും എന്നുള്ള കാര്യമാണ് അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് നമ്മുടെ ഒരു കുറച്ച് പ്രേക്ഷകരെ, അതായത് ഞാൻ നമ്മുടെ മുത്തൂറ്റ് സെക്യൂരിറ്റീസിൻ്റെ CFOനെ ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ ആ ഇൻ്റർവ്യൂവിൽ അവരുടെ പ്രോഡക്റ്റ്, അതായത് അവരൊരു ബ്രോക്കിംഗ് കമ്പനി ആണെങ്കിലും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കാര്യം അവരുടെ ബാക്ക് എൻഡിൽ ഒരു NBFC ഒക്കെ ഉള്ളതുകൊണ്ട്, അവരുടെ ഗ്രൂപ്പ് കമ്പനിയിൽ NBFC ഒക്കെ ഉള്ളതുകൊണ്ട് മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് അല്ലെങ്കിൽ MTF എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് എന്താണെന്ന് ചോദിച്ച് നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ അല്ലെങ്കിൽ പോലും മൈഫിനിൻ്റെ പല പേഴ്സണൽ ഫിനാൻസിൻ്റെ, അതായത് നമ്മുടെ ആപ്പിൽ കൂടുതലും പേഴ്സണൽ ഫിനാൻസും പ്രീമിയം ഷോസും ഉണ്ടല്ലോ, അതിൻ്റെ കീഴിൽ ഒരുപാട് പേര് ചോദിച്ചത് കാരണം അന്ന് ഞാൻ മുത്തൂറ്റ് സെക്യൂരിറ്റീസിൻ്റെ CFO ആയതുകൊണ്ട് വി ഹാവ് ടു ഗിവ് ഹിം ഡ്യൂ റെസ്പെക്ട്. അതുകൊണ്ട് ഞാൻ തന്നെ അത് ഹോസ്റ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ നമ്മുടെ മുന്നിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിന് അത് നമ്മൾ യൂട്യൂബിൽ ഹോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീമിയം പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന പേഴ്സണൽ ഫിനാൻസിൻ്റെ ഷോസ് കാണുന്നവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ആ ഷോ ചെയ്തത്. അതിൽ അദ്ദേഹത്തെ കൊണ്ട് MTF എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കൊടുത്തപ്പോൾ നമ്മുടെ കുറച്ച് പ്രേക്ഷകർ അതുകൂടെ കണ്ടു. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം നമുക്ക് ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അതിനകത്ത് ചോദിച്ചു, സൂരജ് സാർ അല്ലേ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ലോൺ എടുത്ത് ഷെയർ മേടിക്കരുത്, എന്നിട്ട് ഇത് പറയുന്നത് ഞങ്ങൾ കൺഫ്യൂഷൻ ആയി പോയി എന്നുള്ള. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, അപ്പോളജീസ് ചോദിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇവിടെ ഇരുന്ന് ഓപ്പണിംഗ് അവേഴ്സിൽ പറയുമ്പോൾ സൂരജ് നായരുടെയും ജാസ്മിൻ ജമാലിൻ്റെയും അഭിപ്രായമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ആൻഡ് വി ഹാവ് എ ഫ്രീ ഹാൻഡ് ഇൻ ദാറ്റ്. ബട്ട് നമ്മൾ വേറൊരാളെ ഹോസ്റ്റായിട്ട് ഗസ്റ്റായിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിച്ചറിയണമെന്നും അല്ലാതെ നമ്മൾ അവരുടെ അഭിപ്രായത്തെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഒരിക്കലും അത് തന്നെ വേണം എന്ന് പറയുന്നില്ല. പക്ഷേ MTF എന്താണ് എന്ന് ചോദിച്ചവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ആ സീറ്റിലിരുന്നു. കാര്യം അപ്പുറത്തിരുന്നത് മുത്തൂറ്റ് സെക്യൂരിറ്റീസിൻ്റെ CFO ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ മാർജിൻ ഫണ്ടിങ് അല്ലെങ്കിൽ ലോൺ എടുത്ത് ഷെയർസ് മേടിക്കുക എന്നുള്ള കാര്യത്തിന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ എല്ലാവരുടെ അടുത്തും പറയുന്നത് ബ്ലൈൻഡ് നോ ആണ്. നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന പൈസയെ പറയുന്നത് എന്താ? റിസ്ക് ക്യാപിറ്റൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ റിസ്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം 3 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസയാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു റിസ്ക് മാനേജ്മെന്റ് ആണ്. അതായത് നിങ്ങൾക്ക് 3 കൊല്ലത്തേക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അല്ലെങ്കിൽ ദിവസവും മാർക്കറ്റിന്റെ പ്രൈസസ് നോക്കി നിങ്ങൾ ടെൻഷൻ അടിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് റിസ്ക് മാനേജ്മെന്റ്. രണ്ടാമത് നമ്മൾ പറയുന്നത് ബോറോഡ് മണി അല്ലെങ്കിൽ ലോൺ ആയിട്ട് നിങ്ങൾ പൈസ കൊണ്ടുവരരുത്. കാര്യം നിങ്ങൾ എവിടെയെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് വച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ അത് പെർഫോം ചെയ്തില്ല അല്ലെങ്കിൽ അത് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെൻറ്റ് ഹോണർ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ലോസ് ആവും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ശക്തമായി തന്നെ നമ്മൾ ഈ പറയുന്ന 2 കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നു എന്നുള്ള. പിന്നെ ഈ MTF അല്ലെങ്കിൽ ലോൺ എടുത്ത് ആരൊക്കെ വരാം, വരുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് എനിക്ക് ഇന്ന് പ്രേക്ഷകരോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യം എനിക്കിന്ന് നിങ്ങളോട് നേരിട്ടാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ സാധാരണ ഈ മാർക്കറ്റിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്നു, മാർക്കറ്റിനെ കുറിച്ച് അധികം കോൺഫിഡൻസ് ഇല്ല, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ, പഠിക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ 20 കൊല്ലം കഴിയുമ്പോൾ ഇവർ സീസൺഡ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറും. പക്ഷേ മാർക്കറ്റിൽ വേറെ ടൈപ്പ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതായത് 10, 25, 30 കൊല്ലമായിട്ട് മാർക്കറ്റിൽ നിൽക്കുകയും 100% വെൽത്തും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇണ്ടിരിക്കുന്നവരുടെ മെന്റാലിറ്റി വ്യത്യാസമാണ്. പുതിയതായിട്ട് വരുന്ന ഒരു അമച്വറിൻ്റെയും വ്യത്യാസമാണ്. ചിലവർക്ക് ചില സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഒരു കോവിഡ് എനിക്ക് തോന്നുന്നു 2020 മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യണതും മാർക്കറ്റ് കറക്റ്റ് ചെയ്യണത്.
അപ്പോൾ 2020 ജാനുവരിയിലും ഫെബ്രുവരിയിലും ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കാം. അദ്ദേഹം മാർക്കറ്റിൽ 10, 30, 35 കൊല്ലമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 100% വെൽത്തും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ള അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരുന്ന സമയത്ത് ഒരു വൺ ഓഫ് ഇൻസിഡൻ്റ് ആയിട്ടുള്ള കോവിഡ് വന്ന് ഹിറ്റ് ചെയ്യാണ്. മാർച്ചും ഏപ്രിലും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 40%, 50%, 60% പോയി. അപ്പോൾ അദ്ദേഹം 100% മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത് അയ്യോ ഇത് ലോകത്തിലെ വൺ ടൈം ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. ഈ കോവിഡ് എന്ന് പറയുന്നത് ഒരു 6-7 മാസം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ഇതൊരു വെറും ഒരു ഫ്ലൂ ആയി മാറും. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോഴും എക്സ്പേർട്സും പറയുന്നത് അതാണ്. ഇനിഷ്യൽ മാത്രമേ അതിന് പ്രോബ്ലം ഉള്ളൂ. ഒരു കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ ട്രാവൽ ചെയ്യും, നമ്മൾ മാസ്ക് മാറ്റും, ഹാൻഡ് ഷേക്ക് ഉണ്ടാവും, സാനിറ്റൈസ് യൂസ് ചെയ്യില്ല. ഈവൻ ഞാൻ ഫണ്ട് മാനേജ്മെൻറ്റ് ചെയ്തിരുന്നപ്പോൾ 21 days എന്നുള്ള പേരിൽ ഞാൻ ശരിക്കും പറഞ്ഞു ഒരു റിപ്പോർട്ട് എഴുതിയിരുന്നു. അതിനകത്ത് എഴുതിയിരുന്നത് കോവിഡ് വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ആ റിപ്പോർട്ട് എഴുതി. ഞാൻ പറഞ്ഞു another 1 year's time or 2 years' time, we will hug each other, we will shake hands, we will go back to movies, we will take flights, we will travel, we will see people, tourism will be back എന്നൊക്കെ കാര്യം അന്നും എനിക്കും ഇതിനകത്ത് കൺവിക്ഷൻ ഉണ്ടായിരുന്നു. ഇത് വൺ ടൈം മാത്രമേ ഉണ്ട്. അപ്പോൾ എന്നെ പോലത്തെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഇതൊരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടി. എന്താ, 100 രൂപയുടെ സാധനം 40 രൂപയ്ക്കാണ് മാർക്കറ്റിൽ അവൈലബിൾ. ഡിസ്കൗണ്ട് സെയിലായിരുന്നു കോവിഡ് എന്ന് വിശ്വാസമുള്ളവർക്ക്. അവിടെ പലരും അങ്ങനെയുള്ള മാർക്കറ്റിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് ബോംബെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ പൂനെ, ഗുർഗാവ്, ഡൽഹിയിലൊക്കെ ചോദിക്കുന്നവർ പറയണത് എന്താണെന്നറിയോ? സെൽ യുവർ ഫാമിലി സിൽവർ ആൻഡ് ബൈ ഇൻ ട്രക്ക് ലോഡ്സ് എന്നുള്ള വർത്തമാനങ്ങൾ വരുന്നത് എന്താ? അവർ 100% കോൺഫിഡൻസ് ഉണ്ട്. ദിസ് ഇസ് ആൻ വൺ ടൈപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി, ഗോ ആൻഡ് ബൈ എന്നുള്ള രീതിയിൽ. എനിക്ക് ഇപ്പോഴും അറിയാം, എനിക്ക് കാർ വിറ്റ്, വീട് വിറ്റ് മേടിച്ചവരുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മുന്നിലിരിക്കുന്ന ഉത്തമ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ലേമൻ ബ്രദേഴ്സ് ക്രൈസിൽ ഞാൻ താമസിച്ച വീട് വിറ്റിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പേജ് ഇൻഡസ്ട്രീസും മേഷർ മോട്ടോഴ്സും മേടിക്കുന്നത് എന്നുള്ളതാണ് 2008-9 എൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ അതൊരിക്കലും ഒരാൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അത് വളരെ റിസ്കി ആണെന്നുള്ള. പക്ഷേ അന്ന് എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. ആ വില എന്ന് പറയുന്നത് വളരെ ഡിസ്കൗണ്ടിലാണ്, വൺ ടൈം ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നുള്ള. അങ്ങനെ മാർക്കറ്റിലോട്ട് ഒരുപാട് കൺവിക്ഷൻ ഉള്ളവർ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തേക്കാം. അവർക്കായിരിക്കും ഈ മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ്ങിൻ്റെ ഗുണം വരുന്നതെന്നുള്ള. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വൺ ടൈം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വീണ്ടും കോൺസെൻട്രേറ്റ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പറയില്ലേ, കാറും കോളും അനുകൂലമാണെങ്കിൽ മാത്രം ഇറങ്ങുക എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അതായത് നിങ്ങൾ ആ കളിക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ തോക്കൂല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കളിക്കണം. എന്നാൽ നിങ്ങൾ തോക്കുമോ എന്ന് സംശയമുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ കളിക്കാൻ ഇറങ്ങാൻ പാടില്ല എന്നാണ്. ഞാൻ ജസ്റ്റ് ഒരു 3-4 കണ്ടീഷൻ പറഞ്ഞ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ട. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു മാത്തമാറ്റിക്കൽ കാര്യത്തിനെ ഞാനൊന്ന് സിമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. ഞാനിരിക്കുന്നു, എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി മിസ്റ്റർ മാർക്കറ്റ് എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ കയ്യിലും 10 ലക്ഷം രൂപ. ഞാനും അയാളും തമ്മിലുള്ള ഒരു കളിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോണത്. ഒരു ചെസ് ഗെയിം പോലെ കാണുക. ആ കളി എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ ഡൈസ് തന്നിട്ടുണ്ട്. നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡറും ലൂഡോനും ഉപയോഗിക്കുന്ന ഡൈസ് ഇല്ലേ, 1 തൊട്ട് 6 വരെ പല ഇതിലെഴുതിയിരിക്കുന്ന ആ ക്യൂബ്. എനിക്ക് തന്നിരിക്കുന്ന കളി എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 10 ലക്ഷം, മിസ്റ്റർ മാർക്കറ്റിൻ്റെ കയ്യിൽ 10 ലക്ഷം. ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്ത് ടേബിളിൻ്റെ അപ്പുറത്ത് ബൂക്കേഷ് ഇരിക്കും പോലെ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയാണ്. കളി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് റോൾ ചെയ്യാൻ പറയുക. അതായത് ആ കണ്ടീഷൻ എന്താണെന്നറിയോ? ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഞാൻ എത്ര വേണമെങ്കിലും റോൾ ചെയ്തോളൂ, 6 എന്ന് പറയുന്ന ഡിജിറ്റ് വീഴുകയാണെങ്കിൽ എൻ്റെ 10 ലക്ഷവും മാർക്കറ്റിൻ്റെ 10 ലക്ഷവും കൂടെ ചേർത്ത് എനിക്ക് 20 ലക്ഷമായിട്ട് വീട്ടിൽ പോവാം. ഞാൻ ഈ കളി കളിക്കണോ? തീർച്ചയായിട്ടും കളിക്കണം. കാര്യം ഒരു കണ്ടീഷനും ഇല്ല. കാര്യം എന്നറിയോ? എനിക്ക് എപ്പോഴെങ്കിലും 6 വീണാൽ മതി. എനിക്ക് റോൾ ചെയ്തുകൊണ്ടിരിക്കാം. 1 മണിക്കൂറിൽ നടക്കാം, 10 മണിക്കൂറിൽ നടക്കാം, 24 മണിക്കൂറിൽ നടക്കാം, 1 മാസത്തിൽ നടക്കാം, 1 കൊല്ലത്തിൽ നടക്കാം, 10 കൊല്ലത്തിൽ നടത്താം. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ നടന്നാൽ എനിക്ക് ഡബിൾ. അപ്പം ഞാൻ ഈ കാറും കോളും അനുകൂലമാണോ? അനുകൂലമാണ്. ഞാൻ കളിച്ചിരിക്കണം ഈ കളി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ ഞാൻ കളിക്കാൻ ഇറങ്ങണം. 1. 2, സെയിം സിറ്റുവേഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, റോൾ ചെയ്യുക, 6 വീഴണം. 6 ചാൻസേ ഉള്ളൂ. 6 ചാൻസേ ഉള്ളൂ. എന്നാലും നിങ്ങൾ കളിക്കണം. എന്താണെന്നറിയോ? എന്നാലും ഞാൻ കളിക്കണം. കാര്യം വെച്ചാൽ കാറും കോളും എനിക്ക് അനുകൂലമാണ്. 6 പ്രാവശ്യം ഇട്ട് നോക്കുക. ഈ 6ലും എനിക്ക് 6 കിട്ടിയില്ല എന്ന് വിചാരിക്കുക. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ എൻ്റെ 10 ലക്ഷമായിട്ട് വീട്ടിൽ പോകും, മിസ്റ്റർ മാർക്കറ്റ് 10 ലക്ഷമായിട്ട് വീട്ടിൽ പോകും. അപ്പോൾ അവിടെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാം, ധൈര്യമായിട്ട് കളിക്കാം. 3ാമത്തെ കണ്ടീഷൻ ഞാൻ പറയുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ടൈറ്റ് ആവുന്നത്. 3ാമത്തെ കണ്ടീഷനിൽ സെയിം കണ്ടീഷൻ, കളിക്കുക. വീണാൽ 6 വീണാൽ എനിക്ക് എൻ്റെ 10 ലക്ഷം പ്ലസ് മാർക്കറ്റിൻ്റെ 10 ലക്ഷം കൂടെ ചേർന്ന് എനിക്ക് തിരിച്ചു കൊണ്ടുപോകാം. എത്ര പ്രാവശ്യം കളിക്കാൻ പറ്റും? 6 പ്രാവശ്യം. അപ്പോഴും കാര്യങ്ങൾ എനിക്ക് അനുകൂലമാണ്. പക്ഷേ ഒരു കണ്ടീഷൻ,
ആറാമത്തേൽ വീണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ 10 ലക്ഷം മാർക്കറ്റിന് കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ പ്രോബബിലിറ്റി നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ കളിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നാമത്തെ കാര്യം. നാലാമത്തെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കണ്ടീഷൻ, സെയിം കളി. 6 വീണാൽ ഡബിൾ, 6 പ്രാവശ്യം കളിക്കാം. 6 പ്രാവശ്യം കളിച്ചില്ലെങ്കിൽ മാർക്കറ്റിന് 20 ലക്ഷം, എനിക്ക് 0. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്യുന്നു. ആദ്യത്തെ റോളിൽ തന്നെ 6 വീണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ 10 ലക്ഷം പോകും. നിങ്ങൾ കളിക്കണോ വേണ്ടേ? നിങ്ങൾ കളിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ ആ ഏരിയയിലേ പോകരുത് എന്നുള്ള. കാറും കോളും നിങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. അതായത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കിടക്കാൻ. നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാവരും പല്ലി വയ്ക്കുന്നു, ചായ കുടിക്കുന്നു എന്ന് പറയും പോലെ രാവിലെ വന്നു കഴിഞ്ഞാൽ 9:30 തുറന്നാൽ ട്രേഡ് ചെയ്തിരിക്കണം, വൈകുന്നേരമായ വിറ്റിരിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നത്. ഇത് നിങ്ങളുടെ ആരും പറയുന്നില്ല. ബോംബെയിലൊക്കെ വളരെ സീസൺഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ചെയ്യണമെന്നറിയോ? അവരെടുത്ത് ചോദിക്കുകയാണ്, ഇന്ന് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. പല ദിവസവും ഞാൻ ഫോൺ ചെയ്യാൻ നേരത്തെ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്? ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കാര്യം എന്താ? മാർക്കറ്റിനകത്തൊരു ട്രേഡ് ഇല്ല. അതേസമയം ഇതിനകത്ത് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ട്രംപിന്റെ ടാരിഫ് വെച്ചപ്പോൾ മാർക്കറ്റ് അന്നായിട്ട് കറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറയും, സൂരജ് ഭായ് ഐ കോൾ യു ബാക്ക്. വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ ഇന്നല്ലേ മാർക്കറ്റിലേക്ക് പോകേണ്ടത്? അന്ന് കാറും കോളും അനുകൂലമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാ പറയണത്, നിങ്ങൾ എല്ലാ ദിവസവും കളിക്കാനുള്ള ഫുട്ബോൾ കളിക്കേണ്ട സ്ഥലമോ ക്രിക്കറ്റ് കളിക്കേണ്ട സ്ഥലമോ അല്ലാതെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ള ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക എന്നുള്ള. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പൊസിഷനിലായിട്ടുള്ള ട്രേഡോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഒന്നും വളരെ വലുതായിരിക്കുന്നില്ല. അപ്പം നിങ്ങൾ 365 ദിവസവും അതിനകത്ത് പോകേണ്ട കാര്യമില്ല. എന്നാണോ കാര്യങ്ങൾ അനുകൂലമായി, സാഹചര്യങ്ങൾ അനുകൂലമായി നിങ്ങൾ ഇവിടെ കയറി കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ, അത് ഇംഗ്ലീഷിൽ ഒരു സെയിങ് ഉണ്ട്, ഹെഡ്സ് ഐ വിൻ ടെയിൽസ് യു ലൂസ്. അതായത് എങ്ങനെ വന്നാലും ഞാനേ കളി ജയിക്കുള്ളൂ എന്നുള്ളത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കോവിഡിന് തന്നെന്നുള്ളത്. അതായത് കമ്പനികൾക്ക് ക്യാഷ് ബാലൻസിൽ ആ മാർക്കറ്റ് ക്യാപ്പിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് ഓരോ കമ്പനിക്ക്, ഒരു കമ്പനിക്ക് 5000 കോടി അവരുടെ ബാങ്കിൽ കിടക്കേണ്ടതെന്ന് വിചാരിക്കും. ആ കമ്പനിയെ ടോട്ടലായിട്ട് മേടിക്കാൻ അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ്, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. കോവിഡ് കാരണം താഴെ വന്ന മാർക്കറ്റ് പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് വാസ് മച്ച് ലെസർ ദാൻ ദ ക്യാഷ് ദേ ഹാഡ് ഇൻ ദെയർ ബാങ്ക്സ്. ബിസിനസ് കംപ്ലീറ്റ് ഫ്രീ. അങ്ങനത്തെ രീതിയിലെ വാല്യുവേഷനിൽ യു ഹാവ് ഗോട്ട് നത്തിങ് ടു ലൂസ്. കാറും കോളും നിങ്ങൾക്ക് അനുകൂലം. നിങ്ങൾ എന്ത് പൈസ ഇട്ടാലും ദാറ്റ് വിൽ വർക്ക്. അതുകൊണ്ട് MTF ആർക്ക് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് വർക്ക് ചെയ്തു. ബട്ട് സാധാരണക്കാരോട് ഞാനും ജാസ്മിനും ഒരേപോലെ പറയുന്നു, റിസ്ക് ക്യാപിറ്റൽ 3 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ ആവശ്യമില്ലാത്ത പൈസയും, അത് മാത്രമല്ല ലോൺ എടുത്തോ ലിവറേജ് എടുത്തോ കടം മേടിച്ച പൈസയും കൊണ്ട് മാർക്കറ്റിൽ വരാതിരിക്കുക. നിങ്ങളുടെ റിസ്ക് ആപ്പറ്റൈറ്റും നിങ്ങളുടെ കൺവിക്ഷനും ബേസ് ചെയ്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. സുരേഷ് സാർ, നമുക്ക് നമ്മുടെ ഒരു സ്പോട്ട് ലൈറ്റ് ബിസിനസ്സിലേക്ക് കിടക്കാം. ജാസ്മിൻ, സ്പോട്ട്ലൈറ്റിൽ പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം വന്നതിൻ്റെ പ്രത്യേകത ഞാനത് എടുത്തു പറയാൻ കാര്യം എന്നറിയോ, ഇതിൻ്റെ പുറകിലും ഒരുപാട് ബിസിനസ് ഉണ്ട്. അതായത് ഹി കെയിം വിത്ത് എ ലാർജ് ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഫ്രം ബ്രിട്ടീഷ് കമ്പനീസ്. ബ്രിട്ടീഷ് കമ്പനിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് കമ്പനി നമുക്കറിയാലോ, ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ്, ബ്രിട്ടീഷ് എയർവേയ്സ്, പിന്നെ ഡിയാജിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാകാം, ജോണി വാക്കർ വിസ്കി അല്ലെങ്കിൽ സ്മിർനോഫ് വോഡ്ക എന്നൊക്കെ പറയുന്ന കമ്പനിയാണ് ഡിയാജിയോ. ഇപ്പോൾ ഡിയാജിയോ, റോൾസ് റോയ്സ്, ബ്രിട്ടീഷ് എയർവേസിൻ്റെയൊക്കെ ടോപ്പ് ഡെലിഗേറ്റ്സ് ആയിട്ടാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുന്നത്. ഒരുപാട് ട്രേഡിൻ്റെ ടോക്ക് സംസാരിക്കാനായിട്ടാണെന്നുള്ളതാണ്. നമുക്കറിയാം ജൂലൈയിൽ ഇന്ത്യയും UK തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ബട്ട് അതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നോഡ് വേണം, എന്നാൽ മാത്രമേ ആ ട്രേഡ് ഡീല് ഇൻ പ്ലേസ് ആവുള്ളൂ. ബട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മുന്നോടിയായിട്ട് പല കാര്യങ്ങളുടെ ഡിസ്കഷനും വേണ്ടി വളരെ ഹി മീൻസ് ബിസിനസ്. അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ഈ കമ്പനികളുടെ ഹെഡ്സ് ആയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത് എന്നറിയോ, 2028 കൂടി 3rd ലാർജസ്റ്റ് എക്കണോമിയായി മാറാൻ പോകുന്ന കൺട്രി ആയിട്ടുള്ള ട്രേഡ് ഡീല് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അവരും തമ്മിലുള്ള ട്രേഡ് ഡീല് നടന്ന് മുന്നോട്ട് പോയി ഞങ്ങൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ട്രേഡിൻ്റെ സൈസ് 2030 ആകുമ്പോഴത്തേക്കും 115 ബില്യൺ ആവും, അതായത് ഡബിൾ ആവും എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എന്തോരം ഓപ്പർച്യൂണിറ്റി ഒരു ട്രേഡിന് ഇന്ത്യയും UK തമ്മിൽ
വരുന്നു എന്നുള്ളത് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമതെന്നറിയോ, ഇനി ഈ ന്യൂസ് ഗവൺമെൻറ് ഇങ്ങനെ നമ്മളിലേക്കും പത്രങ്ങളിൽ കൂടെയും അവരുടെ PR ഏജൻസ് പറയും. അതായത് നമ്മൾ ഇന്ന കാര്യത്തിനൊക്കെ എൻട്രി കൊടുത്തു, UK പല കാര്യങ്ങൾക്കും 0% ഡ്യൂട്ടിയാണ് എന്നിങ്ങനെയുള്ള ന്യൂസ് നമ്മളെ ഹിറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി ഇതൊരു ടെംപ്ലേറ്റ് ആക്കിയിട്ടായിരിക്കാം ഇവർ US ആയിട്ട് ട്രേഡ് ഡീലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സിറ്റിസൻസിനെയും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും, നമ്മൾ ഓൾറെഡി UK ആയിട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് US ആയിക്കൂടാ എന്നുള്ള രീതിയിലേക്കാവും. അതുമാത്രമല്ല UK ആയിട്ട് ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കി അതേപോലെ തന്നെയുള്ള പ്രിഫറൻസ് ഞങ്ങൾ US-നും തന്നേക്കാമെന്ന് അവിടെ പോയി പറയാനും പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു 2 പ്രത്യേകത ഈ ട്രേഡ് ഡീൽ ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഈ ഡിപ്ലോമാറ്റിക് മെനൂവർ എന്ന് പറയുന്നത്. നമ്മളൊക്കെ അതിന് ഗവൺമെൻറ്റിനെ സമ്മതിക്കണം. ഇതൊന്നും നമ്മളെ ഈ ഹുഡ്വിങ്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ കളിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ തന്നെയാണ് നടത്തേണ്ടത്. ഈ രാഷ്ട്രീയം ഇങ്ങനെ തന്നെ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്നോട് പലരും, നമ്മളിപ്പോൾ മോളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഷോ ഉണ്ട്, പലരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഈ ഡേറ്റാ സെൻറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഡേറ്റാ സെൻറ്റർ കമ്പനീസ് എങ്ങനെയാണ്? ഒരുപാട് ഡേറ്റാ സെൻറ്റർ കമ്പനീസ് ഉണ്ട്. ഡേറ്റാ സെൻറ്ററിലേക്ക് പോകുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സ്പോട്ട് ലൈറ്റിൽ ഡേറ്റാ സെൻറ്ററിൻ്റെ പല ഇൻഫ്രാസ്ട്രക്ചർ ലെയറും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഡേറ്റാ സെൻറ്ററിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ ഏതൊക്കെ കമ്പനീസാണ് ബെനിഫിഷ്യലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നടത്തിയിരുന്നു. അതിനെ ബേസ് ചെയ്ത് പറയുകയും ചെയ്തു. ആ ഷോ വീണ്ടും കാണാനായിട്ട് നമ്മൾ പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ച് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുന്ന കാര്യം വെച്ചാൽ, നിങ്ങൾ ഈ ടോൾ റോഡ് ഉണ്ടാക്കുന്ന കമ്പനികളെ നിങ്ങൾ മേടിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ നോക്കുക, ഇപ്പോൾ എറണാകുളത്ത് നിന്ന് നമ്മുടെ കോയമ്പത്തൂരിലേക്ക് പോകണം, അതായത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് വഴി പോകുന്ന ആ ഒരു ഹൈവേയിൽ ടോളുണ്ട് അല്ലേ. ആ ടോളിൽ റിട്ടേൺ അല്ലെങ്കിൽ ടോളിൻ്റെ റവന്യൂ കാലം അനുസരിച്ച് കൂടുതലേ ചെയ്യുക. കാര്യം കാറിൻ്റെ എണ്ണം കൂടും. എന്താ നമ്മൾ കൊച്ചി മാറ്റി വയ്ക്കുക. ബോംബെയും ഡൽഹിയും കണക്ട് ചെയ്യുന്ന ടോൾ റോഡ്, അല്ലെങ്കിൽ അഹമ്മദാബാദും ബോംബെയും കണക്ട് ചെയ്യുന്ന ടോൾ റോഡ്, എന്തായാലും ഇതിൽ കൂടെ പോണ കാറുകൾ ഇന്ന് 100 ആണെങ്കിൽ നാളെ 200 ആവും, 300 ആവും, അങ്ങനെ തിരികെ. അതായത് ആ ടോള് കളക്ട് ചെയ്യുന്ന കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ടോളും ഡേറ്റാ സെൻറ്ററും തമ്മിൽ ഞാൻ പറയണതിൻ്റെ ബന്ധം എന്താണെന്ന്. അതായത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കാറും എഞ്ചിനും തമ്മിൽ നോക്കുക. എല്ലാ കാറും പുറത്തുനിന്ന് നോക്കാൻ നേരത്ത് അതിൻ്റേതായ ഭംഗി, പെയിൻറ്റ്, ലുക്ക് വ്യത്യാസം, ആ പല രീതിയിലുള്ള ഹെഡ് ലാംപ്സ്, ഡേ ടൈം റണ്ണിങ് ലാംപ്സ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ബോണറ്റ് തുറന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ പാർട്ട് എടുത്ത് വെളിയിൽ വയ്ക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഇതിൻ്റെ എഫിഷ്യൻസി, എത്രയാണ് ടോർക്ക്, എത്രയാണ് BHP, എന്താണ് എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതായത് കാറ് വെളിയിൽ നിന്ന് നോക്കാൻ നേരത്ത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ എല്ലാ എഞ്ചിനും സെയിം തന്നെ ആയിരിക്കും. മനസ്സിലായില്ല? ഇപ്പോൾ ചിലപ്പോൾ ഒരിടയ്ക്ക് നമ്മൾ മാരുതി സ്വിഫ്റ്റിനകത്ത് വെച്ചിരുന്നത് ഫിയറ്റിൻ്റെ എഞ്ചിനായിരുന്നു. അപ്പോൾ ഫിയറ്റും മാരുതിയും പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും 2 ഡിഫറൻറ്റ് വണ്ടി, പക്ഷേ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 2 സെയിം. അതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റോക്സിലും. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റോക്സ് ഒരാൾ ഡേറ്റാ സെൻറ്റർ ആയിരിക്കും, വേറൊരാൾ ഈ നാഷണൽ ഹൈവേയിൽ ടോൾ വിരിക്കുന്ന കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ റോഡ് പണിയുന്ന കമ്പനി ആയിരിക്കും. എന്നാൽ ഇത് രണ്ടിൻ്റെയും ബോണറ്റ് തുറന്ന് ഇതിൻ്റെ എഞ്ചിൻ എടുത്ത് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടും സെയിം ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ എന്താ, ടോൾ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ടോൾ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ റോഡ് ഹൈവേ ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യുക, ഒരുപാട് ക്യാപിറ്റൽ ഇട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് റോഡ് ഉണ്ടാക്കുന്നു അല്ലേ. ആ റോഡ് നിശ്ചിത സമയത്ത് ഉണ്ടാക്കി അത് കമ്മീഷൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചെലവാക്കിയതും അത് കൂടാതെയുള്ള ഒരു പ്രോഫിറ്റും കൂടെ ചേർന്നാണ് ഒരു വണ്ടിക്കുള്ള ടോള് പൈസ അവരിടുന്നത്. എന്നിട്ട് കാലക്രമേണ ടോൾ ഇങ്ങനെ വാടകയായിട്ട് മേടിച്ച് കോസ്റ്റ് ആദ്യം കവർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് പ്രോഫിറ്റ് കവർ ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ ഒരു ടോൾ ബിസിനസ് പോകുന്നത്. ഡേറ്റാ സെൻറ്റർ ഇത് തന്നെ. ഡേറ്റാ സെൻറ്റർ നമ്മളൊരു റോഡ് പോലെ ഒരുപാട് പൈസ ചിലവാക്കി, ഒരുപാട് പൈസ, ഏതാണ്ട് നല്ലൊരു കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുന്ന അതേ പൈസ തന്നെ ഡേറ്റാ സെൻറ്ററിനും ചിലവാക്കി നമ്മൾ അവിടെ ഡേറ്റാ സെൻറ്റർ ഇട്ടതിന് ശേഷം അവിടെ കമ്പനികളൊന്ന് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് വാടക കിട്ടുമ്പോഴാണ് ഈ ഡേറ്റാ സെൻറ്ററിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത കാശും അതിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റും നമുക്ക് കാലക്രമേണ കിട്ടുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ബിസിനസ് ഡൈനാമിക്സ് കറക്റ്റാണ്. എന്നാൽ ടോൾ കമ്പനിക്ക് കുറച്ചുകൂടെ ഡെഫിനിറ്റ് ബിസിനസ്സാണ്. കാര്യം ആ ടോള് മുംബൈ അഹമ്മദാബാദ് ഹൈവേ ആണെങ്കിലോ മുംബൈ ന്യൂഡൽഹി ഹൈവേ ആണെങ്കിലോ തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ഉണ്ട്. കാറുകളുടെ എണ്ണം കൂടും എന്നുള്ള കാര്യം 100% അറിയാം. അതിൻ്റെ അത്രയും പ്രൊഡക്ടിവിറ്റി ഇല്ല ഡേറ്റാ സെൻറ്റർ. കാര്യം ഡേറ്റാ സെൻറ്ററിൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഡേറ്റാ സെൻറ്ററിൽ തന്നെ വരണം ഒരു ക്ലയൻറ്റ് എന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ആൾക്കാർ ഇത് രണ്ടിനെയും ഡിഫറൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൾക്കാർ കാണുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഡേറ്റാ സെൻറ്റർ ബിസിനസ് കൊള്ളാം, നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞ ബിസിനസ് മോശമാണ്. രണ്ടിനെയും അതിൻ്റെ തൊലിപ്പുറം മാറ്റി വെച്ചാൽ, ഡ്രസ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവുന്നത് ബോത്ത് ആർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് വിച്ച് സർവൈവ്സ് ഓൺ എ ഡെഫിനിറ്റ് ഇൻകം ആസ് റെൻറ്റ് ഓർ അന്യൂയിറ്റി എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ്. രണ്ടിൻ്റെയും ബിസിനസ് മോഡൽ സെയിം ആണ്,
2 ഇൻഡസ്ട്രിയിൽ അവർ സർവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നു. ഇത് ഡേറ്റാ സെൻറ്ററിൻ്റെ സംശയം ചോദിച്ചവർക്കാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ നമ്മൾ സ്പോട്ട്ലൈറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സാധാരണ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ ഒരുപാട് സൈറ്റ്സിൽ നമുക്ക് പോകണം അല്ലേ. ആദ്യം നമ്മൾ ചിലപ്പോൾ ടിക്കറ്റ് അവിടെ ചെന്നിട്ടായിരിക്കും എടുക്കുന്നത്. അവിടെ ഒരു കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുന്നു. ആ ടിക്കറ്റിന് ഒരു സീരിയൽ നമ്പറുണ്ട്, പലതുണ്ട്. പക്ഷേ നമ്മളിത് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നവരെ നമ്മൾ എവിടെ കൂടെ പോയാലും ഈ എൻട്രി ഇരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലായിടത്തും കിട്ടും അല്ലേ. അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ടിക്കറ്റ് മേടിക്കുന്നു, അത് കഴിഞ്ഞ് ബോർഡിംഗ് കൗണ്ടറിലേക്ക് പോകുന്നു, ബോർഡിംഗ് എടുക്കുന്നു, അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ പോകുന്നു, അവിടെയും നമ്മൾ ഈ ബോർഡിംഗ് പാസ് കാണിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും എമിഗ്രേഷനിൽ പോകുന്നു. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാവൽ ആണെങ്കിൽ എമിഗ്രേഷൻ, ഡൊമസ്റ്റിക് ആണെങ്കിൽ ഇല്ല. ഈ എല്ലായിടത്ത് പോയാലും നമ്മുടെ ഈ ഒരു യുണീക്ക് നമ്പറിൽ നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഇവരുടെ പല സൈറ്റിലുള്ള കമ്പ്യൂട്ടേഴ്സും സെർവേഴ്സും എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ് എന്നുള്ള. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈവൻ CCTV ക്യാമറയിൽ പോലും ബാക്കിയുള്ള എല്ലാ നെറ്റ്വർക്കും കൂടി കണക്റ്റഡ് ആണ്. അതിനുവേണ്ടി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരമുള്ള കേബിളിംഗ് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്ത് റൗട്ടർ, സെർവർ, വൈഫൈ ആക്സസ്, കൺട്രോൾ റൂം, CCTV ആക്സസ് കൺട്രോൾ, ഇതെല്ലാം കണക്ട് ചെയ്ത് സെൻട്രലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് സീംലെസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് എന്നുള്ള. അപ്പം നമ്മൾ എപ്പോഴും ചോദ്യം വരും, അതൊരു ഭയങ്കര സെറ്റപ്പാണല്ലോ, അതാരായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടെന്നുള്ള. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ. രണ്ടാമത് നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മോളാണെന്ന് വിചാരിക്കുക. ഈ മോളും ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് മോളിനൊരു കൺട്രോൾ റൂമുണ്ട്. നമ്മളിപ്പോൾ ഫോറം മോളിൻ്റെ പാർക്കിങ്ങിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മൾ നോക്കി കാണുമ്പോൾ പാർക്കിങ്ങും മോളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ കുറേ സ്ക്രീനുകളിൽ കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാ സൈറ്റ്സും ഇൻ്റഗ്രേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്ത് പോകുന്നതും എയർപോർട്ടിൽ സർവീസ് ചെയ്ത അതേപോലത്തെ ഒരു കമ്പനി തന്നെയാണ് മോളിലും ഓഫർ ചെയ്യണമെന്നുള്ള. ഇപ്പം നമ്മളിപ്പോൾ ബാങ്ക് നോക്കുക. ഇപ്പോൾ ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു ബാങ്കിന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ബോംബെ മുതൽ നോർത്ത് ഈസ്റ്റിൻ്റെ അങ്ങ് എക്സ്ട്രീം എൻഡ് വരെയും ഇതെല്ലാ ബ്രാഞ്ചും കണക്റ്റഡ് ആണ്. പലപ്പോഴും പല ടൈമിൽ ഓപ്പൺ ചെയ്യുന്ന ബ്രാഞ്ചാണ്. ചില സ്ഥലത്ത് പഴയ കമ്പ്യൂട്ടർ, ചില സമയത്ത് പുതിയ കമ്പ്യൂട്ടർ, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വന്ന് ഒരു സീംലെസ് ആയിട്ട് ഡേറ്റയുടെ കൺസിസ്റ്റൻസിയും ഓതൻറ്റിസിറ്റി വേണമെന്നുള്ളതാണ്. അതിനകത്ത് ഒരു ലാഗ് വരാൻ പാടില്ല, എറർ വരാൻ പാടില്ല, ടെർമിനലിൽ കണക്ഷൻ പോകാൻ പാടില്ല. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഒരു നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് കൂടാതെ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യം വെച്ചാൽ വീഡിയോ കോൺഫറൻസിങ് ചെയ്യണം, ഓൺ ടൈം റിയൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ചസ് തമ്മിൽ സംസാരിക്കണം, ഫയർവാൾ വേണം, ഈ ഡേറ്റ എൻക്രിപ്ഷൻ വേണം, 24/7 മോണിറ്ററിംഗ് വേണം, ഒരു സെക്യൂർ പ്രൈവറ്റ് നെറ്റ്വർക്ക് വേണം. ഇതെല്ലാം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കും. ഒരു കമ്പനി, ഇപ്പോൾ ഇന്ത്യൻ കമ്പനി TCS പോലത്തെ കമ്പനി US പോയിട്ട് US ഓഫീസും ഇന്ത്യൻ ഓഫീസ്, ജർമ്മൻ ഓഫീസ്, ഫ്രാൻസ് ഓഫീസ്, ജാപ്പനീസ് ഓഫീസ്, ബ്രിട്ടീഷ് ഓഫീസ്, ഇതെല്ലാം കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് മാനേജ് ചെയ്ത് വീഡിയോ കോൺഫറൻസിങ് നടത്തി, അതായത് ഒരു സിംഗിൾ ഓഫീസ് പോയിന്റ് പോലെയാണ് ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പെർഫോം ചെയ്യുന്നത്. ദേ മൈറ്റ് ബി അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. ജോഗ്രഫി ഹാസ് ബിക്കം ഹിസ്റ്ററി. ജോഗ്രഫി എന്ന് പറയുന്നത് ഇപ്പോൾ ഹിസ്റ്ററി. എവിടെയൊന്ന് വർക്ക് ചെയ്താലും നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ മാനേജ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്, ഈ നെറ്റ്വർക്ക് സെക്യൂർ ആയിട്ട് കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്ത് 24/7 കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പനി ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നെറ്റ്വർക്കിംഗ് ചെയ്യാനായിട്ട് ഒരു കമ്പനിയെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയണം. നമ്മളൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സെർവർ വേണം, ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് വേണം, റൗട്ടർ വേണം, സ്വിച്ച് വേണം, ഇതെല്ലാ കാര്യങ്ങളും ക്യാമറാസ് എല്ലാം ഇൻഗ്രീഡിയൻ്റ് ചെയ്ത് നമ്മളൊരു നെറ്റ്വർക്കിംഗ് കമ്പനിയെ ഏൽപ്പിക്കുന്നു. പക്ഷേ ചെറിയ പ്രോജക്റ്റ് പോലെയല്ല വലിയ മോള്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങൾ, ഗവൺമെൻറ് ഏജൻസീസ്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലിൽ നെറ്റ്വർക്കിംഗ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു നെറ്റ്വർക്കിംഗ് കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. അതായത് ഈ കമ്പനി ഒരു എൻറ്റയർ ഡിജിറ്റൽ നെറ്റ്വർക്ക് വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് അവരതിനെ സ്ട്രക്ചർ ചെയ്ത് കേബിൾ ചെയ്ത് കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്ത് അതിനെ അപ്പാക്കുന്നു, അത് മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നു, അതിനെ എന്നും മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണു എന്നുള്ളതാണ് ആ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ഇന്ന് നമ്മൾ പറയുന്നത് ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് എന്നുള്ളതാണ്. ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് ഇസ് എ ഗ്ലോബൽ IT ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കമ്പനി പ്രൊവൈഡിങ് ലോട്ട് ഓഫ് സൊല്യൂഷൻസ് ലൈക്ക് ഡേറ്റാ സെൻറ്ററിന് ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് സൊല്യൂഷൻസ്, പിന്നെ നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ്, സൈബർ സെക്യൂരിറ്റി, കമ്മ്യൂണിക്കേഷൻ സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് കമ്പനി അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് നമ്മൾ റോഡ്, പോർട്ട് എന്നൊക്കെ പറയും പോലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് എന്നുള്ള. ഇന്ത്യയിലും US അവരുടെ മേജർ ഓപ്പറേഷൻസ് എന്നുള്ളത്. ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത് SR ഗ്രൂപ്പാണ്, റൂഇയാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുന്ന ബിസിനസ്സാണ്. ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ ഒന്നും അല്ല. ഇത് പോസിറ്റീവായിട്ടും കാണാം, നിങ്ങൾക്ക് നെഗറ്റീവായിട്ടും കാണാം, നിങ്ങൾ ഏത് കണ്ണാടി കൂടെ പോകണമെന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രൊമോട്ടർ എന്ന് SR ഗ്രൂപ്പാണ്. എനിക്ക് ഇന്ത്യൻ
സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്ടമില്ലാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് SR ഗ്രൂപ്പാണ്. അതിൻ്റെ കഥകൾ പിന്നെ ഞാനത് നിങ്ങളോട് പറയുന്നില്ല. ഞാനത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, SR ഗ്രൂപ്പ്, RPG ഗ്രൂപ്പ്, ഈ വക ആൾക്കാരുടെ കമ്പനികളുടെ സ്റ്റോക്കുകളൊന്നും ഞാൻ മേടിക്കാറില്ല. ബട്ട് ഞാനിവിടെ നോ യുവർ കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ സ്പോട്ട് ലൈറ്റിലേക്ക് അത് നിങ്ങളെ മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിലും SR മാനേജ്മെൻറ്റ് വൃത്തിയോട് കാണിക്കണം നിർബന്ധമില്ല. പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള കമ്പനികൾ അവരുടെ കീഴിലും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ബട്ട് ഇതിനെക്കുറിച്ച് ഈ SRനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ വഴിമാറിപ്പോയി എന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് മാറ്റി വയ്ക്കുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, ഈ ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പഴയ പേര് AGC നെറ്റ്വർക്ക്സ് എന്നായിരുന്നു. ഈ AGC നെറ്റ്വർക്ക്സ് അമേരിക്കയിലുള്ള ബ്ലാക്ക് ബോക്സ് കോർപ്പറേഷനെ 2019 മേടിച്ചതിന് ശേഷമാണ് AGC നെറ്റ്വർക്ക് ഇപ്പോഴത്തെ ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡായി മാറിയത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ്. ട്രൂലി ഗ്ലോബൽ കമ്പനിയാണ്. 35 കൺട്രിയിലുണ്ട്. ഏതാണ്ട് മേജർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക, ഇന്ത്യ, UAE, സിംഗപ്പൂർ, UK ആൻഡ് ഓസ്ട്രേലിയ. അവരുടെ ഇന്റർനാഷണൽ ബിസിനസിൻ്റെ 80% റവന്യൂം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോർച്യൂൺ 500 ക്ലയൻസ് ഇവരുടെ ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ട്, ഡിഫൻസ് കമ്പനീസും ഒക്കെയാണ് ഇവരുടെ വരെ. അപ്പോൾ അതായത് ഇവർ വളരെ ക്രിട്ടിക്കലാണ് നെറ്റ്വർക്കിംഗ് ലോകത്ത് ചെയ്യുന്ന, അതായത് ഓഫീസുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ നെറ്റ്വർക്ക് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്നുള്ള. ഇവരുടെ റവന്യൂ സെഗ്മെൻറ്റ് വൈസ് കോൺട്രിബ്യൂഷൻ നോക്കാം. ഡിജിറ്റൽ ഇൻഫ്ര ആൻഡ് നെറ്റ്വർക്ക് സർവീസസ് 45% ഓഫ് റവന്യൂ, സൈബർ സെക്യൂരിറ്റി ആൻഡ് മാനേജ് സർവീസ് 25% ഓഫ് റവന്യൂ, അതായത് പിന്നെ യൂണിഫൈഡ് കമ്മ്യൂണിക്കേഷൻ 20% ഓഫ് റവന്യൂ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് 10% ഓഫ് ദ റവന്യൂ. ഇതാണ് വെർട്ടിക്കൽസും ഓരോ വെർട്ടിക്കൽസ് ഇവർക്ക് കൊടുക്കുന്ന റവന്യൂ. ഇതിലെ CEO അടുത്ത കാലത്ത് പറഞ്ഞതാണ്ടാണ് ഞാൻ ഇതിനെ സ്പോട്ട്ലൈറ്റിലേക്ക് വരുന്നത്. 2 ദിവസം മുമ്പേ CEO സഞ്ജീവ് വോറ പറഞ്ഞതെന്ന് വെച്ചാൽ അവരൊരു അഡീഷണൽ ആയിട്ട് 6210 കോടിയുടെ ഒരു അക്യൂസിഷൻ, അതായത് 6210 കോടി ഇവർ എന്താ പറയുക ഇവർ റവന്യൂയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അക്യൂസിഷൻ ഇവർ ചെയ്യാൻ പോണു 3-4 കൊല്ലം എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത്. ദാറ്റ് ഇസ് എ ബിഗ് എന്താ പറയുക ഒരു വിഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അതുമാത്രമല്ല ഇവരുടെ ഓർഗാനിക് റവന്യൂ ഏതാണ്ട് ഒരു കൊല്ലം 15% തമ്മിൽ കൂട്ടാനുള്ള, അതായത് ഇവരുടെ ഓർഗാനിക് റവന്യൂ അക്യൂസിഷൻ വഴിയുള്ള ഗ്രോത്തും, അക്യൂസിഷൻ വഴി ഇവർക്ക് 3-4 കൊല്ലം കൊണ്ട് വലിയൊരു ഗ്രോത്ത്, ഓർഗാനിക്കായിട്ട് ഒരു 15% ഗ്രോത്ത് ഇയർ ഓൺ ഇയർ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇവർക്ക് 500 ബില്യൺ, അതായത് 4400 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും അതൊരു 30-40% കൂടെ കൂടും എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ഡേറ്റാ സെൻറ്ററും എൻ്റർപ്രൈസിൻ്റെ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡേറ്റാ സെൻറ്ററിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കമ്പനിക്ക് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. അത് ബ്ലാക്ക് ബോക്സ് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നുള്ള. ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏതാണ്ട് ഇപ്പോൾ 525 കോടിയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അല്ല, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ 525 കോടിയിൽ നിന്നും 2029 ആകുമ്പോഴത്തേക്കും 1700 കോടി ആക്കാനാണ് അവർ, അതായത് 3 ടൈംസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് കമ്പനി ശ്രമിക്കുന്നത്. ഈ കമ്പനിയുടെ FY25 റവന്യൂ 5976 ക്രോസ്, നെറ്റ് പ്രോഫിറ്റ് 2005 കോടി, ഡെപ്റ്റ് 940 ക്രോസ്. പക്ഷേ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.45 ടൈംസ് ആണ്. അതുകൊണ്ട് അത് കുറഞ്ഞു തന്നെ ഇരിക്കുന്നു. ഇവരെ ക്ലയൻസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, UAE എയർപോർട്ട്, മേജർ ഇന്ത്യൻ പ്രൈവറ്റ് ആൻഡ് PSU ബാങ്ക്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, മോൾസ് ഉണ്ട്, ഗ്ലോബൽ ടെലികോം ഓപ്പറേറ്റേഴ്സ് ഇവരെ ക്ലയൻ്റ് ആണ്, റീറ്റെയിൽ ചെയിൻസ് ഉണ്ട്, എന്തിന് US ഫെഡറൽ ഏജൻസി വരെ ഇവരുടെ ക്ലയൻ്റ് ആണെന്നുള്ള. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡിനെ ഇന്ത്യയിൽ വിളിക്കുന്ന പേര് ഇന്ത്യ സിസ്കോ പ്ലസ് അക്സെഞ്ചർ. ഇറ്റ് ഈസ് എ ഹൈബ്രിഡ് ഓഫ് സിസ്കോ ആൻഡ് അക്സെഞ്ചർ എന്നാണ് വിളിക്കുന്നത്. അതാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ലോക്ക്. ഇതൊരു റെക്കമെൻഡേഷനോ ഇത് സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. നിങ്ങൾക്ക് നോളജ് പർപ്പസിന് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ സ്റ്റോക്ക് പിക്കിംഗ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ നിരീക്ഷണത്തിൽ മാത്രം ചെയ്യാമെന്ന് പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. ഏതായാലും ഇവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.